എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തുണി അലക്കാനുള്ള സോപ്പ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ സോപ്പിൻ്റെ കിറ്റ് വാങ്ങിച്ചിട്ടല്ല, ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് തന്നെ ഒരു കിറ്റ് പോലെയൊക്കെ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ധാരാളം പേര് സോപ്പ് ഉണ്ടാക്കുന്നവരായിരിക്കും. ഞാൻ അങ്ങനെയല്ല, സോപ്പ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് സോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സോപ്പിനേക്കാളും ഒക്കെ കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സോപ്പിൽ കണ്ടമാനം കെമിക്കൽസ് ചേർത്തിട്ടാണ് നമ്മളെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളിതിങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈക്ക് അതുപോലെ കാലിന് ഒക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്. കൈക്ക് പൊട്ടലുണ്ടാവുക, അല്ലെങ്കിൽ കൈക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുക, തൊലി പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്ന ഏറ്റവും കെമിക്കൽ എന്ന് പറയാൻ നമുക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കെമിക്കലായിട്ട് നമ്മൾ പറയുന്നത് കാസ്റ്റിക് സോഡയാണ്. അപ്പോൾ നമ്മൾ കാസ്റ്റിക് സോഡ, ഇത്തരത്തിലൊരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് കാസ്റ്റിക് സോഡ നിർബന്ധമാണ്. അപ്പോൾ കാസ്റ്റിക് സോഡ നമ്മൾ ചേർത്തിട്ട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ സോപ്പ് ഉടനെ തന്നെ ഉണ്ടാക്കിയ ശേഷം ഉടനെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു മാസത്തിൽ കൂടുതൽ, അത് ഒരു മാസമെങ്കിലും അത് സോപ്പ് അവിടെ ഉണ്ടാക്കിയതിന് ശേഷം മാറ്റി വെച്ച് അതിന് ശേഷം ആ കെമിക്കലിൻ്റെ ആ കാസ്റ്റിക് സോഡയുടെ പവറൊക്കെ പോയതിന് ശേഷമാണ് നമ്മളത് ഉപയോഗത്തിനായിട്ട് എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാനിത് ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഉണ്ടാക്കിയ ഉടനെ ഈ സോപ്പിൻ്റെ പതയും അഴുക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൗസ് ഇട്ടിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാക്കിയ ശേഷം ഉടനെ നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കരുത്. ഇത് അത്യാവശ്യം നന്നായിട്ട് അഴുക്ക് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ സോപ്പ് വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ സോപ്പ് ഉണ്ടാക്കുന്നത് എത്രമാത്രം ലാഭമാണ്, നമ്മൾ ഇത്തരത്തിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും വീട്ടിലുണ്ടാക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം, എത്ര നമുക്കിത് ലാഭമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാനും, ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കാസ്റ്റിക് സോഡയാണ് കൈകാര്യം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഗ്ലൗസും മാസ്കും നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് എടുക്കുക, പ്ലാസ്റ്റിക് പാത്രം എടുക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ എടുക്കുക, ഒരിക്കലും അലൂമിനിയം എടുക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നതാണ് കാസ്റ്റിക് സോഡ. ഇത് ഏകദേശം 1 കിലോ ഉണ്ട്. ഒരു 100 രൂപയുടെ ആ അടുത്തൊക്കെ വരും. ഇതിൻ്റെ വില വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചിലയിടത്തൊക്കെ 90 ആ ഒരു റേറ്റിനൊക്കെ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് 2-3 തവണ കാസ്റ്റിക് സോഡ ഇത് നമുക്ക് ഉണ്ടാവും ഉപയോഗിക്കാനായിട്ട്. 2 തവണ മിനിമം നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന അതേ അളവിൽ 2 തവണയെങ്കിലും ഉണ്ടാക്കാനുള്ള കാസ്റ്റിക് സോഡ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആണ് ഏറ്റവും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. ഇത് കെമിക്കലാണ്, അതുകൊണ്ട് തന്നെ ഇത് വെറും കൈകൊണ്ട് നമ്മളിത് പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൈ പൊള്ളുക, കൈയുടെ തൊലി പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അത്രയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ അടുത്ത് വെച്ചിട്ട് ഒരു കാരണവശാലും ഈ കാസ്റ്റിക് സോഡ കൊണ്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ ഇന്ന് സോപ്പിന് വേണ്ടിയിട്ട്, സോപ്പ് ഉണ്ടാക്കാനായിട്ട് അളവ് ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിൽ ആദ്യമേ തന്നെ 2 ഗ്ലാസ് വെള്ളം, ഈ കട്ടിയുള്ള പ്ലാസ്റ്റിക് പാത്രമാണ് ഞാൻ എടുത്തത്, അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 1 ഗ്ലാസ്സോളം കാസ്റ്റിക് സോഡയുടെ ഈ ക്രിസ്റ്റൽസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കാര്യം
കാരണവശാലും നമ്മൾ വെള്ളത്തിനോട് അടുപ്പിച്ച് ഇങ്ങനെ മുഖം അതിനോട് അടുപ്പിച്ച് വെച്ചിട്ട് കുറച്ച് ദൂരെ നിന്നിട്ട് പതിയെ ഇട്ട് കൊടുക്കുക. ഒരു കാരണവശാലും അടുത്ത് നിന്ന് നമ്മൾ ഈ പരിപാടി ചെയ്യരുത്. ഒരു വലിയ സ്റ്റിക്ക് കോലെടുത്തിട്ട് കുറച്ച് അകന്ന് നിന്നിട്ട് ഇളക്കി കൊടുക്കുക. കാരണം കാസ്റ്റിക് സോഡയും വെള്ളവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും അതിൽ നിന്ന് കണ്ടമാനം നല്ല ഹീറ്റാവും, നല്ലപോലെ വെള്ളം ചൂടാവും, പിന്നെ നല്ല പുക പോലെ അതിൽ നിന്ന് ഇങ്ങനെ വരും. അതുകൊണ്ടാണ് പറയുന്നത് മാസ്ക് നിർബന്ധമാണ്. നമ്മൾ മുഖമൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ദോഷമാണ്. അതുകൊണ്ട് കുറച്ച് നീങ്ങി നിന്നിട്ട് വലിയൊരു കോലിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, മാറി നിന്ന് ഇളക്കി കൊടുക്കുക. ഒരു കാരണവശാലും കയ്യിൽ തെറിക്കാൻ പാടില്ല. കോൽ ഉപയോഗിക്കണം. പ്ലാസ്റ്റിക് അല്ല, എന്താ പറയുന്നത്, മരത്തിൻ്റെ ഒരു തടിക്കഷ്ണം വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല പോലെ ഇങ്ങനെ അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ലൈ എന്ന് പറയുന്നത്. സോപ്പിന് അതിൻ്റെ ഷേപ്പ് കൊടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ലൈ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിറക് കഷ്ണത്തിൻ്റെ അറ്റം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായത് കരിഞ്ഞ പോലെ ഇരിക്കേണ്ട, നല്ല ചൂടാണ്. അപ്പോൾ ഈ ലൈ നമ്മൾ ഇത് വെള്ളവും കാസ്റ്റിക് സോഡയും കൂടെ ചേർത്തിട്ടുള്ള ഈ ലൈ നമ്മൾ മാറ്റി വയ്ക്കുക. തൊടുകയൊന്നും ചെയ്യരുത് കേട്ടോ, മാറ്റി വയ്ക്കുക. മാറ്റി ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് എണ്ണ എന്ന് പറയുന്നത്. ഒന്നുകിൽ വെളിച്ചെണ്ണ എടുക്കാം, അല്ലെങ്കിൽ ഓയിൽ എടുക്കാം. അത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറകൾ കളയാൻ, അഴുക്ക് കളയാൻ ഏറ്റവും നല്ല വെളിച്ചെണ്ണയാണ്. പക്ഷേ വെളിച്ചെണ്ണ ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 1 ലിറ്റർ ഓയിലിന് ഏകദേശം 90 രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 1 ലിറ്റർ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 3 ഗ്ലാസ്സോളം പാം ഓയിൽ, ഗ്ലാസിൻ്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് പാം ഓയിൽ വരും. അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണോ എടുക്കുന്നത്, ഞാൻ ഗ്ലാസിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന കപ്പിൻ്റെ അളവാണ് പറയുന്നത്, അതിൽ ഏകദേശം നമുക്ക് 5 ഗ്ലാസ്സോളം എണ്ണ വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസിൻ്റെ അടുത്ത് പാം ഓയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി 2 ഗ്ലാസ് ഞാൻ വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തിയിട്ട് ബാക്കി വരുന്ന എണ്ണ, നമ്മൾ അടുത്ത ദിവസത്തേക്ക് ആ എണ്ണ ഒരു കുപ്പിയിൽ ശേഖരിച്ച് വയ്ക്കുന്ന ആ എണ്ണയാണ്, വിളക്കെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു 2 ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 5 ഗ്ലാസ്സോളമാണ് എണ്ണയുടെ ആവശ്യത്തിനായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയും ഈ ലൈയുമാണ് സോപ്പിൻ്റേതായിട്ടുള്ള ഇത് രണ്ടും തമ്മിൽ ചേർന്നിട്ടാണ് ആ സോപ്പ് എന്ന രീതിയിലോട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എണ്ണ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള എണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ എടുത്താൽ നല്ലപോലെ അഴുക്ക് പോകും. പക്ഷേ തുണി അലക്കുന്ന സോപ്പായത് കാരണം വെളിച്ചെണ്ണ നമുക്ക് ആവശ്യം ഇല്ല എന്നാണ്, അത്രയും കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. പക്ഷേ പാം ഓയിലെങ്കിലും അത്യാവശ്യം എടുക്കാനായിട്ട് വളരെ മോശം എണ്ണ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ സോപ്പിൻ്റെ ക്വാളിറ്റിയിൽ അത് എഫക്റ്റ് ചെയ്യും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്കായിട്ട് ചേർക്കുന്നത് അലക്കുകാരാണ്. അപ്പോൾ അലക്കുകാരൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളൊക്കെ പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ വലിയ വലിയ പുതപ്പൊക്കെ അലക്കുമ്പോൾ ഇപ്പോഴും അലക്കുകാരം ചേർത്തിട്ടാണ് നമ്മൾ അലക്കുകാരൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മൾ ആ പുതപ്പ് മുക്കി വയ്ക്കുക, അടുത്ത ദിവസത്തേക്ക് അലക്കിയെടുക്കുക. അങ്ങനെയൊക്കെ അമ്മമാരൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു സാധനമാണ് അലക്കുകാരൻ എന്നുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മുടെ ഈ സോപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ അഴുക്ക് പോകാനും ഒക്കെ ചേർക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇവിടെ അലക്കുകാരം. ഇത് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അളവുകളൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പോലത്തെ സോപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 1 ഗ്ലാസ് അലക്കുകാരൻ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കമ്പ് വെച്ചിട്ട് തന്നെ ചെയ്യുക. കുറച്ച് ശ്രദ്ധിച്ച് ഒരേ സർക്കുലർ മോഷനിൽ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്കുക, മേത്തൊന്നും തെറിക്കാതെ. ഇനി ഇതിലേക്ക് പതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സോപ്പിന് നല്ല പത ഉണ്ടാകുന്നതാണ് നമുക്ക് കാണുമ്പോൾ സന്തോഷം. അപ്പോൾ സോപ്പിന് പതയ്ക്ക് വേണ്ടിയിട്ട് SLES ആണ് ചേർക്കുന്നത്. SLES നമുക്ക് സോപ്പ് മേടിക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. ഹാൻഡ് വാഷിലും ഷാമ്പൂയിലും ഒക്കെ ചേർക്കുന്ന ഒരു ഐറ്റമാണ് ഈ SLES. ഡിഷ് വാഷിലും ഒക്കെ ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, സോപ്പ് പൊടി ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ്സോളം SLES ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കി വരുമ്പോഴാണ് സോപ്പ് ഒരു തിക്ക്
ഒരു പരുവത്തിലോട്ട് ഈ ഒരു മിശ്രിതം നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് സ്ലെറിയാണ്. ആസിഡ് സ്ലെറി ഒരു 3/4 ഗ്ലാസോളം, ഈ അഴുക്ക് പോകാനൊക്കെ സഹായിക്കുന്നതാണ് ഈ സ്ലെറി എന്ന് പറയുന്നതും, അത് ഒരു 3/4 ഗ്ലാസോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലെറി ചേർത്ത് കഴിയുമ്പോൾ ഈ മിശ്രിതം ഒന്ന് പതയല്ല, ഒരു പിരിഞ്ഞ പോലെയൊക്കെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല, അത് നമ്മൾ ഇളക്കി വരുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നന്നായിട്ട് ഇതും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ആസിഡ് സ്ലെറി ആണെങ്കിലും SLES ഒക്കെ ആണെങ്കിലും ഒറ്റ ട്രിപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ലാഭമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു 10 സോപ്പ് മേടിച്ച് കഴിഞ്ഞാൽ 300 രൂപയാവുന്ന സ്ഥാനത്ത് നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 300 ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനും ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇളക്കി. ഈ സമയത്ത് നമുക്ക് പെർഫ്യൂം വേണമെന്നുണ്ടെങ്കിൽ, സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പെർഫ്യൂം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോപ്പിനൊക്കെ ചേർക്കുന്ന കളർ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ കളറും ആഡ് ചെയ്യും. ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല. അതിപ്പോൾ നിങ്ങളിങ്ങനെ ഇളക്കി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇത്തിരിയും കൂടെ കട്ടിയായി അല്ലേ. അപ്പോൾ ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമ്മൾ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ മോൾഡിലോട്ട് മാറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ, അതിൽ നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ച് എല്ലാ വശത്തും ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് അതൊരു മോൾഡ് പോലെ ആക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബോക്സാണ്, ഒരു കുഞ്ഞൊരു ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ അതിലോട്ടാണ് ഞാനിത് വയ്ക്കുന്നത്. അപ്പോൾ ഇത് നിറയെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ പ്ലാസ്റ്റിക് പേപ്പർ ഇട്ടതിന് ശേഷം പ്ലാസ്റ്റിക് പേപ്പർ കട്ട് ചെയ്ത് 4 വശത്തും വെച്ച് അടിയിലും വെച്ചിട്ട് അതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഏത് പാത്രത്തിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഗ്രീസ് ചെയ്ത് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ നമ്മളത് സെറ്റ് ആവാനായിട്ട് അവിടെ തന്നെ മാറ്റി വയ്ക്കുക. ഒന്നും ചെയ്യണ്ട, എടുക്കാനൊന്നും നോക്കരുത്. 8 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് അത്യാവശ്യം ഡീമോൾഡ് ചെയ്തെടുക്കാം, നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ തന്നെ വയ്ക്കുകയാണ്. അപ്പോൾ എത്ര കൂടുതൽ നേരം വയ്ക്കുന്നോ അത്രയും നല്ല കട്ടിയായിട്ട് ഉറപ്പോടുകൂടി നമുക്ക് കിട്ടും. പെട്ടെന്നൊക്കെ നമ്മൾ സെറ്റായി എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സോപ്പ് പൊടിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ മാക്സിമം ഗ്ലൗസ് ഉപയോഗിച്ച് തന്നെ ചെയ്യുക. കാരണം ഇത് കെമിക്കൽ ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് പിറ്റേ ദിവസം ഇത് ഒഴിച്ചു വെച്ച് ഒരു ദിവസം രാത്രി ഫുൾ വെച്ച് അതിന് ശേഷം ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഇത് ഇങ്ങനെ എടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഈസി ആയിട്ട് വിട്ട് കിട്ടി. ഞാനിത് ചെറിയ പെട്ടിയിലാണ് ഞാനിത് കവറൊക്കെ വെച്ചിട്ട് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഈസി ആയിട്ട് വിടിയിച്ചെടുക്കാൻ പറ്റി. നിങ്ങൾ കണ്ടല്ലോ, ഒരു കട്ടയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ മുറിച്ചെടുത്തതാണ് നിങ്ങൾ വീഡിയോയുടെ ഫസ്റ്റ് കണ്ടത്. അപ്പോൾ എന്തായാലും മാക്സിമം ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു 30 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.